ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിനക്കായി. സങ്കടം പോക്കി സന്തോഷമാക്കുന്നവൻ. ഇരമ്യാവ് 31:13. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക കന്യക നൃത്തം ചെയ്ത് സന്തോഷിക്കുന്നതായിട്ടല്ല ഇവിടെ കാണുന്നത്. എല്ലാ കന്യകമാരും, അതായത് ഇസ്രായേൽ സഭ മുഴുവൻ. ഈ കന്യക ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകയായ സഭയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സന്തോഷം ആത്മീയ സന്തോഷമാണ്. മതാധിഷ്ഠിത ആഘോഷങ്ങളിലും ദേശീയ ഉത്സവങ്ങളിലും നൃത്തം ചെയ്യുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെപ്പോലെ ഈ സന്തോഷം സാമാന്യവും സർവ്വലൗകികവുമാണ്. എല്ലാ പ്രായത്തിലുള്ളവരും ലിംഗ വ്യത്യാസമില്ലാതെ സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. പാവത്തെക്കുറിച്ചുള്ള അവരുടെ പശ്ചാത്താപം, ദൈവിക സാന്നിധ്യത്തിനായുള്ള ദുഃഖം, കർത്താവിൻ്റെ നന്മയ്ക്കായുള്ള ആഗ്രഹം, അവർക്കായുള്ള വലിയ ദാനങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നു. അവർ വിലപിച്ചുകൊണ്ടാണ് സിയോനിലേക്ക് വരുന്നത്. എങ്കിലും 31-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, സിയോൻ മുകളിൽ എത്തുമ്പോൾ ഘോഷിച്ചുല്ലസിക്കുകയാണ്. 31:12 അവരുടെ ഉപവാസം വിലാപം ഉത്സവമായി മാറുകയാണ്. പലപ്പോഴും ഭക്തൻ്റെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖമായി മാറുന്നതും ദുഃഖം സന്തോഷമായി മാറുന്നതും ഞൊടിയിടയിലാണ്. സങ്കീർത്തനം 30:5-7 വരെ. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. 30-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം. വിലാപത്തെ നൃത്തമാക്കും. 30-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം. അവരെ ആശ്വസിപ്പിക്കും. സ്നേഹത്തിൻ്റെ കണ്ടെത്തലാൽ, ദിവ്യ സാന്നിധ്യത്താൽ, ക്ഷമിക്കുന്ന കൃപയാൽ അവരുടെ സങ്കടം സന്തോഷമായി മാറ്റും. നമ്മളുടെയും സങ്കടം സന്തോഷമായി മാറ്റുവാൻ സമയം അടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.